ഓഗസ്റ്റ് 31 വിശുദ്ധ റെയ്മണ്ട് നൊണ്ണാത്തൂസ്. 1204 മുതൽ 1240 വരെ കാലഘട്ടം. സ്പെയിനിലെ കാത്തലോണിയയിലെ പോർത്തല്ലയിലാണ് റെയ്മണ്ടിൻ്റെ ജനനം. ജന്മം നൽകുന്നതിന് മുമ്പ് അമ്മ മരിച്ചു. സ്വാഭാവികമായി ജനിക്കാതെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നേരിട്ട് എടുക്കപ്പെട്ടതുകൊണ്ടാണ് റെയ്മണ്ടിന് നൊണ്ണാത്തൂസ് എന്ന പേരുകൂടി ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബം കുലീനമായിരുന്നെങ്കിലും വലിയ ധനമൊന്നുമില്ലായിരുന്നു. ഭക്തകൃത്യങ്ങളിലും കൃത്യനിർവഹണത്തിലുമായിരുന്നു ബാല്യത്തിൽ പോലും അവൻ്റെ സംതൃപ്തി. പ്രായപൂർത്തി വന്നപ്പോൾ അടിമകളുടെ മോചനത്തിനുള്ള കാരുണ്യമാതാവിൻ്റെ സഭയിൽ അവൻ അംഗമായി ചേർന്നു. സഭാസ്ഥാപകനായ വിശുദ്ധ പീറ്റർ നൊളാസ്കോ തന്നെയാണ് റെയ്മണ്ടിൻ്റെ വ്രതം സ്വീകരിച്ചത്. അവൻ്റെ എളിമയും തീഷ്ണതയും ഇതര സഭാംഗങ്ങളുടെ പ്രശംസയ്ക്ക് കാരണമായി. അധികം വൈകാതെ റെയ്മണ്ടിനെ ആൾജിയേഴ്സിലേക്ക് അടിമകളെ സ്വതന്ത്രരാക്കുവാൻ അയച്ചു. ആദ്യം കയ്യിലുണ്ടായിരുന്ന പണം കൊണ്ട് കഴിയുന്നത്ര പേരെ സ്വതന്ത്രരാക്കിയ ശേഷം സ്വയം അടിമയായി തീർന്നുകൊണ്ട് കുറേ പേരെ കൂടി സ്വതന്ത്രരാക്കി. അക്കാലത്ത് മുസ്ലിങ്ങളെ മാനസാന്തരപ്പെടുത്തിയെന്ന കാരണത്തെ പ്രതി 2 പ്രാവശ്യം അദ്ദേഹത്തെ കുത്തിക്കൊല്ലാൻ തുടങ്ങിയെങ്കിലും ജാമ്യത്തുക നഷ്ടപ്പെട്ടേക്കുമെന്നുള്ള ഭയത്താൽ അവർ വധിച്ചില്ല. അങ്ങനെ അടിമകളെ സ്വതന്ത്രമാക്കാൻ പണമില്ലാതായി. മിഷണറി പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതായി. എങ്കിലും അദ്ദേഹം മതപ്രചാര വേലകൾ നിർത്തിയില്ല. ഗവർണർ അദ്ദേഹത്തെ എല്ലാ കവലകളിലും കൊണ്ടുപോയി പ്രഹരിക്കുകയും അധരങ്ങൾ തുളപ്പിച്ച് താഴിട്ട് പൂട്ടുകയും ചെയ്തു. താക്കോൽ ഗവർണർ സൂക്ഷിച്ചു. ഭക്ഷണസമയത്ത് മാത്രം അവ നൽകിപ്പോന്നു. 8 മാസം ഇങ്ങനെ ബന്ധിതനായി ഒരു ഇരുട്ടുമുറിയിൽ കിടന്നു. അപ്പോഴേക്ക് വീണ്ടെടുപ്പ് വില കൊണ്ട് ഒരു വൈദികനെ പീറ്റർ നൊളാസ്കോ അയച്ചു. രക്തസാക്ഷിയാകാൻ സാധിക്കാത്തതിലുള്ള സങ്കടത്തോടെ അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങി. സ്പെയിനിലെത്തിയ ഉടനെ ഗ്രിഗറി 9 മാർപ്പാപ്പ അദ്ദേഹത്തെ കാർഡിനലാക്കി ഉയർത്തി. സ്ഥാനമാറ്റം അദ്ദേഹത്തിൽ യാതൊരു വ്യത്യാസവും വരുത്തിയില്ല. മാർപ്പാപ്പ കാർഡിനൽ റെയ്മണ്ടിനെ സേവനത്തിനായി റോമയിലേക്ക് വിളിച്ചു. അദ്ദേഹം പുറപ്പെടുകയും ചെയ്തു. എന്നാൽ കാർഡോണിയിലെത്തിയപ്പോഴേക്കും അദ്ദേഹം രോഗബാധിതനാവുകയും 1240 ഓഗസ്റ്റ് 31 36-ാമത്തെ വയസ്സിൽ ശരീരത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ആത്മാവിനെ സ്വതന്ത്രമാക്കുകയും ചെയ്തു. 1657 അലക്സാണ്ടർ 7 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തി. വചനം കൊളോസോസ് 3:15 ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരരായിരിക്കുവിൻ. വിചിന്തനം: മിച്ചത്തിൽ നിന്ന് പോലും ധർമ്മം കൊടുക്കുവാൻ പലരും മനസ്സില്ലാത്തവരാണ്. റെയ്മണ്ടിൻ്റെ ത്യാഗവും ധർമ്മശീലവും ദൈവഭക്തിയും നമ്മൾ കണ്ടുപഠിക്കേണ്ടതത്രേ. വിശുദ്ധ ജോസഫ് കലാസാൻസ് പറയുന്നു, എന്തെങ്കിലും ആശാനുഗ്രഹം ചെയ്യാത്ത ദിവസം നഷ്ടപ്പെട്ടത് തന്നെ.